ഹായ് ഗൈസ്, എല്ലാവർക്കും കാർത്തികാസ് വെള്ളിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം, എങ്കിലും ഞങ്ങളുടെ വീട്ടിലെ സാമ്പാറിന് എനിക്കൊരു പ്രത്യേകത തോന്നാറുണ്ട്. അത് ചിലപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സാമ്പാർ ആയതുകൊണ്ടായിരിക്കും. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്താലോ? ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതായാലും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിനി ഒരു പിടി പരിപ്പും ഒരു 15 അല്ലി നമ്മുടെ ഉള്ളി, ചുമന്നുള്ളിയും, പിന്നെ ഒരു 2-3 പച്ചമുളകും, 1.5 ഗ്ലാസ് വെള്ളവും കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കുക്കർ അടച്ച് 4 വിസിലടിക്കുന്നതിനും വരെ അടച്ചു വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ സവോളയും ഉരുളക്കിഴങ്ങും കൂടെ അരിഞ്ഞു വെക്കണം. അത് കഴിഞ്ഞാണ് ചേർക്കുന്നത്. അതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുക്കർ നമ്മൾ ഒന്നുകൂടെ അടിച്ച് ഒറ്റ വിസിലടിച്ച് ഓഫാക്കി വെക്കും. പിന്നെ നമ്മൾ വെണ്ടയ്ക്കായും തക്കാളിയും വേറെയാണ് വെക്കുന്നത്. കാരണം കണ്ടമാനം കുറുകി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൂടുതൽ കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇത്രയും കഷ്ണങ്ങളൊക്കെ ഉള്ളൂ ആകെ ഈ സാമ്പാറിൽ. പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ സാമ്പാറിന്. ഇത് നമ്മൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. നമ്മൾ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി നമ്മൾ 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു നുള്ള മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അതിനേക്കാൾ ഒരു തുള്ളി കൂടെ കൂടുതലാണ് നമ്മൾ ഉലുവ പൊടിച്ച് വെച്ച ഉലുവാപ്പൊടി ചേർക്കുന്നത്. പിന്നെ നമ്മൾ വാളംപുളി എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മളത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ ചൂടാക്കാൻ പോവുകയാണ്. എണ്ണ ചൂടാകുമ്പോഴേക്കും ഒരു 2-3 ഉലുവ ഇട്ട് കൊടുക്കണം. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ കയ്പായി പോകും കേട്ടോ. ഉലുവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടുമ്പോഴേക്കും നമുക്ക് കുറച്ച് ചുമന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് കളറ് ചേഞ്ച് ആകുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ കുറച്ച് മുമ്പ് മാറ്റി വെച്ച് നമ്മുടെ പൊടികളൊക്കെ ഉണ്ടല്ലോ, ആ പൊടികളെല്ലാം കൂടെ എടുത്ത് ഇതിനകത്തോട്ട് ഇടുക. ഇനി അതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഉണ്ടല്ലോ, അത് മാറുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇടുവാണ്. കായപ്പൊടി ഇട്ടിട്ട് ഇനി നമ്മൾ നമ്മുടെ മാറ്റി വെച്ച നമ്മുടെ വെണ്ടയ്ക്കായും തക്കാളിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ പുളിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പുളിവെള്ളവും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ ഇളക്കുവാണ്. ഇനി കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മുടെ സാമ്പാർ ഇച്ചിരി നീണ്ട സാമ്പാറാണ് കേട്ടോ, ഒത്തിരി കുറുകിയതല്ല, അതുകൊണ്ടാണ്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ഉരുളക്കിഴങ്ങ് സവോളയും പരിപ്പും ഒക്കെ ഉണ്ടല്ലോ, ഇനി നമ്മൾ ഈ വഴറ്റി വെച്ചതിനകത്തോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക. നന്നായിട്ട് തിളയ്ക്കുമ്പോഴാണ് നമ്മൾ ഇത്ര നേരം സാമ്പാർ പൊടി ഒന്നും ഇട്ടില്ലായിരുന്നു കേട്ടോ. സാമ്പാർ പൊടി ഇടാതെ ഈ സാമ്പാർ ഉണ്ടാക്കാം. കുറച്ച് സാമ്പാർ പൊടി നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനൊരു പ്രത്യേക രുചിയുണ്ട്. നിങ്ങളാരെങ്കിലും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക, ഒന്ന് ഇളക്കുക. നമ്മുടെ സാമ്പാറായിട്ടുണ്ട്. ഉപ്പും കൂടെ നോക്കണം കേട്ടോ, നമ്മുടെ ഉപ്പ് കൂടി പോകുന്നു ചെയ്യരുത്. ലാസ്റ്റ് തുള്ളി നെയ്യും കൂടി ഇട്ട് നോക്കണം. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഈ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ തന്നെ നോക്കണം. താങ്ക് യു.